ഗുഡ് മോർണിംഗ്. ലാസ്റ്റ് നമ്മൾ കർവേച്ചർ പറഞ്ഞു, പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ പറഞ്ഞു, റേഡിയസ് ഓഫ് കർവേച്ചർ പറഞ്ഞു. അങ്ങനെ കുറച്ച് ക്വാണ്ടിറ്റീസ് നമ്മൾ ഡിഫൈൻ ചെയ്തു. ഇനി പ്രോബ്ലം ആയിരുന്നു ചെയ്തിരുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ ചെയ്ത പ്രോബ്ലംസൊക്കെ പ്ലെയിനിൽ, അതായത് 2 ഡയമെൻഷണൽ ഫങ്ഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലങ്ങളായിരുന്നു. ഞാൻ ഒരു ചെറിയ പ്രോബ്ലം കൂടെ പറയുന്ന പ്രോബ്ലം ഇതായിരുന്നു. ഫൈൻഡ് curvature of y is equal to x square. പരാബോളയാണ് അറ്റ് ഒറിജിൻ 0 0 അറ്റ് ഒറിജിൻ 0 0 0 0ൽ ഇതിൻ്റെ കർവേച്ചർ കാണണം. ഓൾസോ ഫൈൻഡ് പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ n. ഇതാണ് ചോദ്യം ഒന്ന് എഴുതിയെടുത്തേക്കുക. ഈ ക്വസ്റ്റ്യനുള്ള ആൻസറാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഞാൻ ഈ കർവ് ഇവിടെയുണ്ട്, കർവിൻ്റെ ഇക്വേഷൻ ഉണ്ട്, അറ്റ് 0 0 ആണ്. കർവേച്ചറിൻ്റെ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ട്. കർവേച്ചർ എന്തായിരുന്നു? കാപ്പ ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി ടി എസ്. ഓക്കെ, പിന്നെ എന്തായിരുന്നു? എൻ കണ്ടുപിടിക്കാനുണ്ട്. അതെന്തായിരുന്നു? ഡി ടി ബൈ ഡി എസ് divided by modulus of dt by ds, that is kappa. For curvature not equal to 0, you can define the principal normal vector. Okay, നോക്കാം. നമുക്ക് ആദ്യം ഈ കർവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The parameter representation, the curve represented by the function r of t equal to, ഞാൻ എക്സിന് ടി എന്ന് കൊടുത്തു, x of t equal to t എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ y of t സ്വാഭാവികമായിട്ടും എന്തായിരിക്കും? y of t equal to t square. സോ ഈ ഒരു പോയിന്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടിയുടെ വാല്യൂ 0 ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഈ കർവിൻ്റെ ഇക്വേഷൻ, ഈ പോയിന്റ് എന്നിവയിൽ നിന്നും നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി, വൈ ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ. ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് എക്സ് ഓഫ് ടി ഈക്വൽ ടു ടി സ്ക്വയർ എന്ന് കൊടുക്കുക. അപ്പോൾ വൈ ഓഫ് ടി എന്തായിരിക്കും? ടി റേസ് ടു 4 ഉണ്ടാകും. അപ്പോൾ അതിനെ അങ്ങനെ കോംപ്ലിക്കേറ്റഡ് ഒന്നും ആക്കാതെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? തിരിച്ചും കൊടുക്കാം. എക്സ് ഇസ് ഈക്വൽ ടു y is equal to t കൊടുക്കുക. അപ്പോൾ എന്തായിരിക്കും? x is equal to root t ആയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ കോംപ്ലിക്കേഷൻ ഒന്നും വരാണ്ട രൂപത്തിൽ നമുക്ക് ഈ ഒരു പാരാമീറ്റർ റെപ്രസെൻറ്റേഷൻ സ്റ്റാൻഡേർഡ് ആയിട്ട് ഉപയോഗിച്ചിട്ട് നമുക്ക് പ്രോബ്ലത്തിലേക്ക് വരാം. അപ്പോൾ ഞാനിവിടെ ആർ ഓഫ് ടി എഴുതുന്നേ, ശ്രദ്ധിക്കണേ. ആർ ഓഫ് ടി ആയിട്ട് നമ്മുടെ മുന്നിൽ വരുന്നത് എന്തൊക്കെയായിരുന്നു? ആർ ഓഫ് ടി ഈക്വൽ ടു ടി ഐ പ്ലസ് ടി സ്ക്വയർ ജെ. ഓക്കെ, ഇനി ഡി ആർ ബൈ ഡി ടി, ഡി ആർ ബൈ ഡി ടി എന്തായിരുന്നു? ഐ പ്ലസ് 2ടി ജെ. മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി എന്താ? മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4ടി സ്ക്വയർ. ഇതിൻ്റെ മോഡുലസ്. നൗ ടി എന്താ? ടി ഈക്വൽ ടു ഡി ടി ബൈ ഡി ആർ ബൈ ഡി എസ് ആണ്. ഡി ആർ ബൈ ഡി എസ്, ഡി ആർ ബൈ ഡി എസ് ഇസ് ഈക്വൽ ടു, ഇത് നമ്മൾ കാൽക്കുലേഷന് വേണ്ടിയിട്ട് എങ്ങനെ എഴുതുന്നത്? ഡി ആർ ബൈ ഡി ടി ഇൻറ്റു ഡി ടി ബൈ ഡി എസ്. ഓക്കെ, ആൻഡ് ദിസ് ഇസ് ഈക്വൽ ടു ഡി ടി ഡി എസ് ബൈ ഡി ടി ആണ്. ഇത് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ഈ ഒരു ക്വാണ്ടിറ്റി. ഡി എസ് ബൈ ഡി ടി ഈക്വൽ ടു മോഡുലസ് ഓഫ് ഡി ആർ ബൈ ഡി ടി. സോ ക്യാൻ ബി റിട്ടൺ ആസ് ഡി ആർ ബൈ ഡി ടി നിങ്ങളുടെ കയ്യിലുണ്ട്. എന്തായിരുന്നു? ഡി ആർ ബൈ ഡി ടി ഈക്വൽ ടു ഐ പ്ലസ് 2ടി ജെ. പിന്നെ ഡി ടി ബൈ ഡി എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡി ടി ബൈ ഡി എസ് ഈസ് റെസിപ്രോക്കൽ ഓഫ് ദിസ് വൺ. സോ 1 ഡിവൈഡഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് 1 പ്ലസ് 4ടി സ്ക്വയർ. ദാറ്റ്സ് ഈക്വൽ ടു, ഞാൻ ഇതിനൊന്ന് വൃത്തിയിൽ എഴുതുവാണേ, 1 പ്ലസ് 4ടി സ്ക്വയർ റേസ് ടു മൈനസ് 1/2 പ്ലസ് 2ടി ഇൻറ്റു 1 പ്ലസ് 4ടി സ്ക്വയർ റേസ് ടു മൈനസ് 1/2 ജെ. ഇതാണ് നമ്മുടെ ടി ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ളത്. ടി ഈസ് ഈക്വൽ ടു ദിസ് വൺ. നൗ വി ഹാവ് ടു കാൽക്കുലേറ്റ് കാപ്പ. കാപ്പ ഈക്വൽ ടു, നോക്കണേ, ടി ഈക്വൽ ടു 1 പ്ലസ് 4ടി സ്ക്വയർ റേസ് ടു മൈനസ് 1/2 ഇവിടെ ഒരു ഐ ഉണ്ടാവും. ഐ പ്ലസ് 2ടി, 2 പ്ലസ് അല്ല കേട്ടോ, 2ടി
1 plus 4t square raised to minus 1 by 2j. This is what is capital T. Now we have to differentiate that t with respect to s to find the curvature. Let's look. Trying to differentiate this quantity with respect to, now dt by ds is equal to dt by dt into dt by ds. So this quantity is given as dt by ds is equal to 1 by square root of 1 plus 4t square എന്ന് നമ്മൾ ഓൾറെഡി കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഇനി ഇതിനെ ഡിഫറൻഷ്യേറ്റ് ചെയ്താൽ ഡി ടി ബൈ ഡി ടി കിട്ടും. അത് ഞാനിവിടെ ഒന്ന് മാറ്റിയിട്ട് എഴുതുകയാണ്. ഇത്തിരി കുറച്ച് വലുപ്പം ഉണ്ടാകും. നോക്കാം നമുക്ക്. ദിസ് ഈക്വൽ ടു മൈനസ് 1 by 2 ഇൻറ്റു 1 plus 4t square റേസ് ടു മൈനസ് 1 by 2 minus 1 minus 3 by 2 ഓക്കെ ആണല്ലോ, ഇൻറ്റു 4t square that is 8t I plus any അടുത്ത ടേം t into this one ആണ്. So you have to use product rule here. You will get the first function 2t into derivative of second function. Derivative of second function is minus 1 by 2 into 1 plus 4t square raised to minus 3 by 2 into 8t. Okay, plus next second function into 1 plus 4t square raised to minus 1 by 2 into derivative of first function will be 2 will be 2 times j into എന്തായിരുന്നു 1 divided by dt by ds ആണ്. 1 divided by 1 plus, അപ്പോൾ ഞാൻ ഇതിനെ 1 plus 4t square raised to 1 by 2 എന്ന് കൊടുക്കും. ഓക്കെ, that's equal to minus 1 by 2 ക്യാൻസൽ ചെയ്ത് കളയാം. സോ യു വിൽ ഗെറ്റ്, ഫസ്റ്റ് കമ്പോണൻ്റ് എഴുതാൻ പോവുകയാണെ. ഇവിടെ ഒരു 1 by 4t ഇതിന് കോമൺ ആയിട്ടുണ്ടാകും. അപ്പോൾ അത് ഇങ്ങോട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ minus 3 by 2 minus 1 by 2. Minus 3 by 2 minus 1 by 2 means minus 3 by 2 minus 1 by 2 means minus 4 by 2. That's equal to minus 2. So 2 cancel ചെയ്ത് പോയി. പിന്നെ ഇവിടെ ഒരു minus 4t into 1 plus 4t square raised to minus 2 I. Okay, I plus ഇത്രയും I. ഓക്കെ, പ്ലസ് അടുത്ത ടൈമിൽ നോക്കിയേ, പ്ലസ് ഇതിലും ഉണ്ടാവുമല്ലോ കോമൺ ആയിട്ട്, ഇതിലും ഉണ്ടാവും കോമൺ ആയിട്ട്. അപ്പം നോക്കാം നമുക്ക് എങ്ങനെ ഉണ്ടാകും നോക്കാം. ഇതിൽ കോമൺ ആയിട്ട് വരുന്നത് 2t ഇൻറ്റു ടി സ്ക്വയർ, അപ്പോൾ 8t. ഈ 2 ക്യാൻസൽ ചെയ്ത് പോയിട്ട് പിന്നെ ബാക്കി വരുന്നത് മൈനസ് ഇവിടെ ഉണ്ട് tt 8t സ്ക്വയർ ഇൻറ്റു 1 പ്ലസ് 4t സ്ക്വയർ റേസ് ടു, ഇതും കൂടെ കൂടുമ്പോൾ -2. ഓക്കെ, പ്ലസ് 2 ഇൻറ്റു ദിസ് minus 1 by 2 minus 1 by 2 minus 2 by 2 അപ്പോൾ -1 plus 2 into 1 plus 4t square raised to minus 1 j. ഇത്രയാണ് നിങ്ങൾക്ക് എന്തായിട്ടുണ്ടാവുക, ഇത്രയും j. ഇതാണ് ആര്, dt by ds. This is dt by ds. ഇനി മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ് ആണ് നിങ്ങളോട് കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ മോഡുലസ് ഓഫ് ഡി ടി ബൈ ഡി എസ്, ഇതിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണേ, ഇതിൻ്റെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സാധനമായിരിക്കും കിട്ടുന്നുണ്ടാവുക. പക്ഷെ നമുക്ക് ഈ പ്രോബ്ലത്തിൽ എന്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്, യു ഹാവ് ടു കാൽക്കുലേറ്റ് ദ കർവേച്ചർ അറ്റ് ഒറിജിൻ. അപ്പോൾ ഒറിജിന് കറസ്പോണ്ടിങ് ആയിട്ട് ടിയുടെ വാല്യൂ 0 ആണെന്ന് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു.
അപ്പോൾ ആ വാല്യൂ ഇവിടെ കാൽക്കുലേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ ഒരു ചെറിയ വെക്ടറായിട്ട് കൊണ്ടുവരാൻ പറ്റും. ആ വെക്ടറിൻ്റെ മോഡുലസ് ആയിരിക്കും നമുക്ക് ആവശ്യമുള്ളത്. സോ അറ്റ് ടി ഈക്വൽ ടു, ഞാൻ ഇവിടെ കാൽക്കുലേഷൻ നടത്തുവാണേ, അറ്റ് ടി ഈക്വൽ ടു 0 dt by ds is equal to dt by ds is equal to dt by ds ആണ് ഈ കാൽക്കുലേറ്റ് ചെയ്തിട്ടുള്ളത്. എന്ത് കിട്ടും നിങ്ങൾക്ക്? ഈക്വൽ ടു, ഞാനിവിടെ എഴുതാൻ പോകുന്നേ, ശ്രദ്ധിക്കണേ, 4 into 0 into something, so is 0i plus 0 into 2j, ശരിയാണല്ലോ, പ്ലസ് 0 into 2j, ശരിയാണല്ലോ, 2j, 0 into 2j. t equal to 0 dt by ds is equal to 0i plus, നോക്കണേ, ഇത് 0 വരും, ഇവിടെ എന്തായിരിക്കും, 2 into കറക്റ്റ് ആണല്ലോ, 2 into 1 plus 0 raised to minus 1, so 2 into 1 raised to minus 1, that is 2 into 1, that is 2j. So kappa at, ശ്രദ്ധിക്കണേ, സോ ആൻസർ കിട്ടി. സോ നമുക്ക് എഴുതാം, കാപ്പ അറ്റ് t equal to 0 is modulus of 0i plus equal to 0 plus 2j is equal to, എന്ത് കിട്ടും നിങ്ങൾക്ക്, എന്ത് കിട്ടും, it is equal to 10 is equal to 2, kappa equal to 2. So radius of curvature is equal to 1 by 2. 1 by kappa is 1 by 2. Okay, radius of kappa t. Now what is principal normal vector n? Principal normal vector n is equal to എന്തായിരിക്കും, n is equal to എങ്ങനെ ഉണ്ടാകും, it is equal to n equal to dt by ds divided by modulus of dt by ds n at t equal to 0 ആണ് കേട്ടോ. ജനറലി നമുക്കത് കാൽക്കുലേറ്റ് ചെയ്യുന്നത് വലിയ ക്വാണ്ടിറ്റി ആയിരിക്കും. അറ്റ് ടി ഈക്വൽ ടു 0 ആകുമ്പോൾ അതൊന്ന് സിംപ്ലിഫൈ ചെയ്തിട്ട് ഈ രൂപത്തിലേക്ക് വരും. നിങ്ങൾക്ക് കാപ്പ കാൽക്കുലേറ്റ് ചെയ്യാം. കാപ്പ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. സോ ദിസ് ഈക്വൽ ടു dt by ds is 0i plus 2j divided by what is the modulus 2, that's equal to j. J is the principal normal vector. So ശ്രദ്ധിക്കണേ, ഒരു പർട്ടിക്കുലർ പോയിന്റിലായതുകൊണ്ടാണ് നമുക്ക് ഈ കാൽക്കുലേഷൻ എളുപ്പമായി വന്നത്. അതല്ല ജനറൽ പോയിന്റിലാണെങ്കിൽ നിങ്ങൾ ഇതിന്റെ മോഡുലസ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ കുറച്ച് tedious ആയിട്ടുള്ളൊരു ജോബ് തന്നെ ആയിരിക്കും. കാരണം ഇതിന്റെ സ്ക്വയർ പ്ലസ് ഈ സാധനത്തിന്റെ സ്ക്വയർ, ഇതിന് a plus b ഹോൾ സ്ക്വയർ എന്ന രൂപത്തിൽ എക്സ്പാൻഡ് ചെയ്ത് ചിലപ്പോൾ ഒരു ചെറിയ ഭാഗത്തിലേക്ക് എത്തും. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം, ടി ഈക്വൽ ടു 0 എന്നുള്ള, അതായത് ഒറിജിൻ എന്നുള്ള പോയിന്റ് നമ്മുടെ കയ്യിലുണ്ടായതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, സിമ്പിളായിട്ട് ടി സബ്സ്റ്റിറ്റ്യൂട്ട്. ഓർക്കണേ, നിങ്ങൾ പിന്നെ dt by ds കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൽ ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ എന്തായിരുന്നു പറഞ്ഞാൽ, ആദ്യം നിങ്ങൾ ടിയുടെ ടേംസ് തന്നെ dt by ds നിങ്ങൾക്ക് കിട്ടി. എന്നിട്ട് നിങ്ങൾ അതിനെ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്തു. അപ്പോൾ ടിയുടെ ടേംസിലായിരിക്കും മോഡുലസ് ഉണ്ടാവുക. എന്നിട്ട് ടി ഈക്വൽ ടു 0 കൊടുത്താൽ ഒരു സാധനം കിട്ടും. അത് തന്നെയായിരിക്കും എന്തുണ്ടാവുക, നേരത്തെ നിങ്ങൾ മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ dt by ds ടി ഈക്വൽ ടു 0 കൊടുത്താൽ കിട്ടുന്ന വെക്ടറിൻ്റെ മോഡുലസ് എടുത്താലും കിട്ടുന്നുണ്ടാവുക. അത് നമുക്ക് വാല്യൂസ് എപ്പോഴും എന്ത് ചെയ്യാം, ഫൈനൽ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങളുടെ പിന്നെ സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ടല്ലോ, സബ്സ്റ്റിറ്റ്യൂഷൻ നിങ്ങൾക്ക് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന കേട്ടോ. ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുന്നതൊന്നുമല്ല. ഡെറിവേറ്റീവ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യം ഡെറിവേറ്റീവിൻ്റെ മുന്നേ നിങ്ങളത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്കൊരു കോൺസ്റ്റന്റ് വെക്ടർ ആയിരിക്കും. അതിന് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ 0 കിട്ടും. മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വേരിയബിൾ പാർട്ടുകളിൽ നിങ്ങൾക്കൊരു വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്താലും മോഡുലസ് കാൽക്കുലേറ്റ് ചെയ്തതിൻ്റെ ശേഷം വാല്യൂ കൊടുത്താലും രണ്ടിനും സെയിം ആൻസർ തന്നെയായിരിക്കും കിട്ടുന്നുണ്ടാവുക. സോ യു വിൽ ഗെറ്റ്, ഞാനിപ്പോൾ 2 കോൺസെപ്റ്റാണ് ഇവിടെ പറഞ്ഞത്. ഏതൊക്കെയാണ്, എങ്ങനെയൊക്കെയാണ് നമ്മുടെ കർവും കാര്യങ്ങളൊക്കെ പറഞ്ഞ്. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും കൂടെ നിങ്ങൾക്ക് പറഞ്ഞത്. y ഈക്വൽ ടു x സ്ക്വയർ അറ്റ് 0 0 കാപ്പ കിട്ടിയത് എത്രയായിരുന്നു, 2. ഓക്കെ,
പിന്നെ പ്രിൻസിപ്പൽ നോർമൽ വെക്ടർ ജെ എന്നാണ് കിട്ടിയത്. നോക്കാം നമുക്ക് അതിൻ്റെ ചിത്രം എങ്ങനെയാണ് കിടക്കുന്നത് എന്നുള്ളത്. y is equal to x square, y is equal to x square. ഞാൻ അതിൻ്റെ ഗ്രാഫ് വരക്കുവാണേ. ദിസ് ഇസ് y is equal to x square പരാബോള. ഓക്കെ, y is equal to x square. ഓക്കെ, y is equal to x square എന്ന് പറയാൻ കാരണം എന്താ? y is equal to x square. ഓക്കെ, നോക്കിയാൽ y is equal to 1 എടുത്താലും -1 എടുത്താലും ഫംഗ്ഷൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. -1ൻ്റെയും 1 സ്ക്വയർ. എക്സ് -1 എടുത്താലും 1 സ്ക്വയർ. എക്സ് 2 എടുത്താൽ ഇവിടെ ഉണ്ടാകും. എക്സ് 2 എടുത്താൽ 4 ഉണ്ടാകും. എക്സ് -2 എടുത്താലും 4 ആയിരിക്കും.